കേരളത്തിലെ കായിക പ്രേമികൾ ഒരുപാടുണ്ട് അല്ലേ? അപ്പോൾ ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ എല്ലാവരും രാത്രി, അന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഒക്കെ വന്ന് പിന്നെ കളറിലേക്ക് മാറിയ ആ ഒരു കാലമാണ്. രാത്രിയൊക്കെ കുത്തിയിരുന്ന് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടേയിരിക്കും, വീട്ടിലാണെങ്കിലും ഒക്കെ. അപ്പോൾ പക്ഷെ അതുപോലെ നമ്മൾ ഈ ഇവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ, ഇവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ, ഓർമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പഴയ അലമാരയിലൊക്കെ സച്ചിന്റെയും മുഹമ്മദ് അസറുദ്ദീന്റെയും ഒക്കെ പടം ഇങ്ങനെ വെട്ടിവെക്കുക, ആൽബങ്ങൾ ഉണ്ടാക്കുക. അന്ന് പത്രം മാത്രമല്ലേ ഉള്ളൂ, മറ്റു മാധ്യമങ്ങളല്ലോ. പത്രത്തിൽ നിന്ന് ഇവരുടെയൊക്കെ ഫോട്ടോസ് വെട്ടിവെക്കുക, അതൊക്കെ ഒരു കാലമാണ് കുട്ടി, നോക്കണ്ട. ഇതിപ്പോ പറയാൻ കാരണം എന്താ അറിയോ? അനിൽ കുംബ്ലെക്ക് പിന്നാലെ സുനിൽ ഗാവസ്കറിന്റെ പേരിലും കാസർഗോഡ് ജില്ലയിൽ റോഡ്. കാസർഗോഡ് നഗരസഭ സ്റ്റേഡിയം റോഡിനാണ് ഗാവസ്കറുടെ പേര് നൽകിയത്. സുനിൽ ഗാവസ്കർ നേരിട്ടെത്തിയാണ് റോഡിന്റെ നാമകരണം നിർവഹിച്ചത്. ഇന്ത്യ ആർപ്പുവിളികളോടുകൂടി ക്രിക്കറ്റിൽ വിജയത്തിന്റെ ആരവത്തിന്റെ അലിമയിൽ, വിജയാഘോഷത്തിന്റെ പറുദീസയിൽ കാലക്കൂടി കഥ പറഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എക്കാലത്തെയും മികച്ച ലെജൻഡാണ് ഇതാ സുനിൽ ഗവാസ്കർ നമ്മുടെ മണ്ണിൽ, കാസർഗോഡിന്റെ മണ്ണിൽ സ്റ്റേഡിയം റോഡിന്റെ പ്രൗഢമാകുന്ന ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, സച്ചിന് മുൻപ് ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ വിളിച്ച പേരിനി കാസർഗോഡിന് സ്വന്തം. ക്രിക്കറ്റ് ഇതിഹാസം നേരിട്ടെത്തി തൻ്റെ പേരിലുള്ള റോഡ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആരാധകരെ അഭിവാദ്യം ചെയ്ത് ചെട്ടുകുഴി വരെ തുറന്ന ജീപ്പിൽ യാത്ര. നാട്ടുകാരുടെ നിശ്ചയമായ പിന്തുണയോടെ നാടിന്റെ മനോഹര തീരങ്ങളിലൂടെ ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ജില്ലയിലെ വിവിധ പദ്ധതികളുടെ ലോഗോ പ്രകാശനവും സുനിൽ ഗവാസ്കർ നിർവഹിച്ചു. കാസർഗോഡിന്റെ സ്നേഹം കണ്ണീരണിയിച്ചുവെന്നും ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളുമായാണ് തിരിച്ചുള്ള യാത്രയെന്നും സുനിൽ ഗവാസ്കർ. നമസ്കാരം. It has just captured my heart. It really has. The love and affection of the people of Kasaragod has captured my heart. കുമ്പള ബദിയടുക്ക റൂട്ടിലെ CHC റോഡിന് 2010 അനിൽ കുംബ്ലയുടെ പേര് നൽകിയിരുന്നു. 24 കാസർഗോഡ്. അപ്പോൾ അനിൽ കുംബ്ലയുടെ പേര് തന്നെ കുമ്പള എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ നിന്നാണ് ആ കുംബ്ലെ എന്നുള്ള പേര് വന്നത്. ഇപ്പം എന്തായാലും സുനിൽ ഗവാസ്കറിന്റെ പേരിലും കേരളത്തിലെ റോഡ് അദ്ദേഹം എത്തുന്നു. നമ്മുടെ രഞ്ജി ടീമിന് ആശംസകൾ പറയുന്നു. എന്തായാലും സന്തോഷമുള്ള കാര്യം തന്നെയാണ്.